ഹായ് ഹലോ. നാളെ വിഷു ആണല്ലോ. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയതാ. നമ്മൾ രാവിലെ കാപ്പിയൊന്നും കഴിച്ചില്ലായിരുന്നു. പഴവങ്ങാടിയിലുള്ള അന്നപൂർണയിൽ കയറി കാപ്പിയും കഴിച്ചിട്ട് തുണിയെടുക്കാൻ വേണ്ടിയിട്ട് കയറി. ഞങ്ങൾ പോയത് അട്ടക്കുളങ്ങരയുള്ള രാമചന്ദ്രയിലാണ്. വിഷു ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അവിടെ. നല്ല സെലക്ഷനാണ് കേട്ടോ. പണ്ട് മുതലേ രാമചന്ദ്രൻ ഭയങ്കര തിരക്കാ. പോയി കഴിഞ്ഞാൽ നമുക്ക് സമയത്ത് ഇറങ്ങി വീട്ടിൽ വരാൻ പറ്റത്തേയില്ല. പുതിയ ഔട്ട്ലെറ്റുകൾക്കും നല്ല തിരക്കാ. അങ്ങനെ ഞങ്ങളും എടുത്തു. നമുക്ക് 2 പേർക്കും, മോൾക്കും എനിക്കും. എനിക്കിഷ്ടമുള്ള 2 കളർ എടുത്തിട്ടു. ഒന്ന് വാടാമല്ലി കളറും ഒന്ന് ഒരു പച്ചയും. ഇതിങ്ങനെ മാറി മാറി നോക്കി ഞാനിങ്ങനെ നിൽക്കുക. എനിക്ക് 2 നല്ല ഇഷ്ടമായി. 2 എടുക്കട്ടോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. മോൾ ഒരെണ്ണം അങ്ങ് എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു അത് തന്നെ ഇരിക്കട്ടെ എന്ന്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ചാലയിൽ പൂക്കടയിലേക്ക് പോയി. നമുക്ക് വിഷുവിന് വേണ്ടിയ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കണി വെക്കാനും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഈ പോകുന്നത് എങ്ങോട്ടെന്നറിയോ? ഒരു കൃഷ്ണനെ വാങ്ങാനായിട്ടാണ്. നാളെ രാവിലെ കണി കാണണ്ടേ. പോകുന്ന വഴിക്ക് 2 സൈഡും കണി വയ്ക്കാനുള്ള എല്ലാം ഇങ്ങനെ അങ്ങ് വെച്ചേക്കുക. നിറച്ചും 2 സൈഡും ഉണ്ട്. നല്ല തിരക്കുമാണ് അവിടെയൊക്കെ. കണിക്കൊന്നയും ചക്കയും പൈനാപ്പിളും എല്ലാം ഉണ്ട്, എല്ലാം. ഞങ്ങളീ പോകുന്നത് SP ഫോർട്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. അങ്ങനെ രാവിലെ ഞാനും മോളും കണി കണ്ടു. മോൾക്ക് കൈനീട്ടം കൊടുത്തു. മോളത് കണ്ണിൽ വെച്ചു. പിന്നെ അമ്മയുടെ കാല് തൊട്ട് വന്ദിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. മോളതെല്ലാം ചെയ്തു. മോൾ ഹാപ്പി ആയിരുന്നു. അവൾക്കിതെല്ലാം ഒരു പുതിയ അനുഭവമാണ്. വിളക്കിൽ നിറയെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനും മോളും കാപ്പി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇടിയപ്പവും കടലക്കറിയും ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇതിനേക്കാളും ഇഷ്ടം മോൾക്ക് ഇടിയപ്പമാണ്. അതുകൊണ്ട് വിഷുവായിട്ട് അത് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ദിവസമായിട്ട് കൊച്ചിന് കഴിക്കാതിരുന്നാലോ. ഇപ്പോൾ ഇതുണ്ടാക്കി കൊടുത്തപ്പോൾ അവൾ ഹാപ്പിയായി. അവൾ കഴിച്ചപ്പോൾ ഞാനും. അങ്ങനെ ഞങ്ങൾ 2 പേരും കഴിച്ചു. വയറ് നിറഞ്ഞു. അപ്പോഴാണ് ഓർത്തത്, വിഷു സദ്യ കഴിക്കണമല്ലോ. സദ്യ ഉണ്ടാക്കാനൊന്നും എന്നെക്കൊണ്ട് മാത്രം പറ്റത്തൊന്നുമില്ല. അങ്ങനെ ഒരു സദ്യ നമ്മൾ ഓർഡർ ചെയ്തു. രാജധാനിയിലെ സദ്യ ആയിരുന്നു. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. 3 തരം പായസം ഉണ്ടായിരുന്നു. ഒത്തിരി കറികളും ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അവരുടെ സദ്യ സൂപ്പറാണ്. അങ്ങനെ ഞങ്ങൾ വയറ് നിറയെ കഴിച്ചു. ഞങ്ങളുടെ ഇക്കൊല്ലത്തെ വിഷു ഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഉച്ചയോടെ തന്നെ വിഷു കഴിയും. പടക്കം പൊട്ടിപ്പൊന്നും അങ്ങനെയില്ല. അങ്ങനെ എല്ലാവരും വിഷു ആഘോഷിച്ചു എന്ന് കരുതുന്നു. ഈ വർഷം ആഘോഷിക്കാൻ പറ്റാത്തവർക്ക് അടുത്ത വർഷം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി വിഷു.